നമുക്കതൊന്ന് വായിക്കാം. വസ്തദല്ല അസ്ഹാബുൽ ഖൗലുസ്സാനി. ഖൗലുസ്സാനി എന്താ? പരസ്പരം കൂട്ടിയോജിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ. അവരുടെ തെളിവിൽപ്പെട്ടതാണ് ബി അദില്ലത്തിൻ മിൻഹ ഹദീസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഫീമാ ദൂന 5 അവാഖിൻ സദഖ. 5 ഊഖിയയിൽ താഴെ എന്തില്ല? സക്കാത്ത് ബാധകമല്ല. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടുത്ത് കുറച്ച് തൂക്കം വെള്ളിയുണ്ട്, കുറച്ച് തൂക്കം സ്വർണ്ണമുണ്ട്. രണ്ടും കൂടി ചേർത്ത് വെച്ചപ്പോൾ 85 ഗ്രാം തികഞ്ഞു, അഥവാ സ്വർണത്തിൻ്റെ നിസാബെത്തി. അപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയാളെ കൈവശമുള്ള വെള്ളി ഒരിക്കലും ഈ 5 ഊഖിയ തികയുന്നില്ല, അഥവാ 200 ദിർഹം തികയുന്നില്ല, അഥവാ 595 ഗ്രാം തികയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞ 5 ഊഖിയ തികഞ്ഞിട്ടില്ലെങ്കിൽ അതിന് സക്കാത്ത് ബാധകമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് അതിലുള്ള തെളിവ്. ഫഹാദൽ ഹദീസ് യശ്മലു മാ ലൗ കാന ഇൻദഹു മിന അദ്ദഹബി ഔലാ. റസൂൽ ഇത് പറയുമ്പോഴും അയാളുടെ കയ്യിൽ ഇപ്പോൾ ലൈസ ഫീമാ ദൂന 5 അവാഖിൻ സദഖ എന്ന് പറഞ്ഞല്ലോ, 5 ഊഖിയ തികയാതെ, അതായത് 40 ദിർഹം ഉൾക്കൊള്ളുന്ന ഒരു കിഴിക്കാണ് ഊഖിയ എന്ന് പറയുക. അങ്ങനെയുള്ള 5 കിഴികളാണ് 200 ദിർഹം. 5 × 40 200. ഈ 5 കിഴികൾ അഥവാ 200 ദിർഹം തികയാതെ വെള്ളിക്ക് സക്കാത്ത് ബാധകമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ പറയുന്ന സന്ദർഭത്തിൽ ആ വെള്ളി കൈവശമുള്ള ആളുടെ കയ്യിൽ സ്വർണം ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് പറയുമ്പോൾ തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് പരിഗണിച്ചിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് നമ്മളും പരിഗണിക്കാത്തത്. അതേപോലെ വകദാലിക ഇസ്തദല്ലു ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ലക 20 ദീനാറൻ. നിനക്ക് 20 ദീനാർ ഉണ്ടെങ്കിലാണ് സക്കാത്ത് ബാധകമാകുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇത് വളരെ വ്യക്തമാണ്. വലൈസ അലൈക ഷൈഉൻ യഅനി ഫി الذهബി ഹത്താ യകൂന ലക 20 ദീനാറൻ. ഇനി അടുത്തത് നമ്മളുടെ മറ്റൊരു തഅലീൽ ഫഹുമ ജിൻസാനി മുഖ്തലിഫാൻ ലാ യുദമ്മു അഹദുഹുമാ ഇലൽ ആഖർ في تكميل النصاب. وأما استدلالهم من القياس فاستدلوا بأن الشعير لا يضم إلى الأرز. അതായത് പിന്നെ അത് ഖിയാസിൽ നിന്നുള്ള തെളിവാണ്. ഇത് പരസ്പരം കൂട്ടി യോജിപ്പിക്കില്ല എന്നുള്ളതിന് കാരണം ഇപ്പോൾ ഗോതമ്പുണ്ട്, അരിയുണ്ട്. ഗോതമ്പിൻ്റെ നിസാബത്തണ്ടേ, അരിൻ്റെ നിസാബത്തണ്ടേ? ഗോതമ്പും അരിയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നിസാബെത്തി കൊടുക്കല്ലോ. രണ്ടും 2 ജിൻസാണ് എന്നതുപോലെ തന്നെയാണ് വെള്ളിൻ്റെത് വെള്ളിയുടെ നിസാബ്, സ്വർണത്തിൻ്റെ നിസാബ്. وأيضا اختلف القائلين بالضم في كيفيته. ഞാൻ പറഞ്ഞു, അഥവാ എങ്ങനെയാണ് പരസ്പരം ലൊമ്മ് ചെയ്യേണ്ടത് എന്നുള്ളതിലും പരസ്പരം കൂട്ടി യോജിപ്പിക്കേണ്ടത്, നിസാബ് പരിഗണിക്കേണ്ടത് ഏത് രൂപത്തിലാണുള്ള വിഷയത്തിൽ അവർക്കൊറ്റ യോജിപ്പില്ല. ഇനി ഇത് പരസ്പരം കൂട്ടണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആ വിഷയത്തിലൊറ്റ യോജിപ്പില്ല. അതെ, واختلف القائلون. അവിടെ ഇങ്ങനെ ഒരു واختلف القائلون بالضم. അവിടെ قائلين എന്നുള്ളത് അതൊന്ന് ശരിയാക്കിയാൽ മതി. والصواب في هذين القولين هو القول الثاني لدلالة السنة. لدلالة السنة والقياس الصحيح. അഥവാ നമുക്ക് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും സ്വഹീഹായ ഖിയാസിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ശരിയായത് രണ്ടാമത്തെ അഭിപ്രായമാണ്. അഥവാ പരസ്പരം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കല്ല, ഓരോന്നിനും ഓരോന്നിൻ്റെ നിസാബാണ് എന്നുള്ളത്. വഹുവ മാ റജ്ജഹഹു ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഫി ഷർഹിൽ മുംതിഅ. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഷർഹുൽ മുംതിഅയിൽ തർജീഹ് ചെയ്തിരിക്കുന്നത്. ലി അന്നൽ ഫിദ്ദ ജിൻസുൻ വദ്ദഹബു ജിൻസുൻ ആഖർ വല്ലാഹു അഅലം. അതായത് ഇവിടെ അവർ പറഞ്ഞത് ഗോതമ്പിനും അരിയുടെയും പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും മക്സൂദ് എന്താ? ഭക്ഷ്യക്കൂത്ത്, ഒരാളുടെ അടിസ്ഥാന ഭക്ഷണം എന്നുള്ളതാണ്. മനസ്സിലായി? എന്നിട്ട് പോലും അവ രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിച്ചേർക്കുന്നില്ല എന്നതുപോലെ. അപ്പോൾ സ്വർണവും വെള്ളിയും നാണയമാണെങ്കിലും രണ്ടിൻ്റെയും മക്സൂദ് നാണയമാണെങ്കിലും നേരത്തെ നമ്മൾ ഗോതമ്പും അരിയും കൂട്ടിച്ചേർക്കാത്തത് പോലെ തന്നെ നമ്മൾ ഇതും കൂട്ടിച്ചേർക്കുന്നില്ല. കാരണം ഇത് കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഗോതമ്പിൻ്റെ അരിയുടെയും വിഷയത്തുമ്പോൾ അവർ തന്നെ പലരും പറഞ്ഞിട്ടുള്ള എന്താ, രണ്ടും തമ്മിൽ കൂട്ടിച്ചേർക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേക റദ്ദായിട്ടാണ്, അവർക്കുള്ള റദ്ദായിട്ടാണ് ഈ വിഷയം ഇവിടെ എടുത്തു കൊടുത്തത്. അത് നോക്കണം.
ഷറഹുൽ മുംതിയിൽ പിന്നെ ഞാൻ അതിൽ മനസ്സിലാക്കിയത് എന്താ അറിയോ, ചില സമയങ്ങളിൽ അസ്ഹാബുൽ ഖൗൽ ആരാന്ന് പറയുന്നുണ്ട്, ചില സമയങ്ങളിൽ ഇങ്ങനെ വക്കീൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുള്ളൂ, കൗലുകൾ ഇങ്ങനെ പറയുന്നുള്ളൂ, അത് അതിൻ്റെ ആളെ പറയില്ല ചില സന്ദർഭങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ മറ്റുള്ളതിലേക്ക് നമുക്ക് ചിലപ്പം മടങ്ങേണ്ടി വരും. ഇതിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. 6ാമത്തെ വോള്യത്തിലാണ് ഏകദേശം 200 ചില്ലാനം പേജാണ് സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യുന്നത്. പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. വസ്ന് വ്യത്യസ്തമാണ്, മാത്രമല്ല ഹദീസിൽ വ്യക്തമായിട്ട് അത് വന്നിട്ടുണ്ട്. 2 ജിൻസുമാണ്. ആ രണ്ട് ഇനം തന്നെയല്ലേ, 2 ഇനം തന്നെയാണ്, 2 പ്രത്യേക, ഒന്ന് സ്വർണ്ണമാണ് ഒന്ന് വെള്ളിയാണ്. രണ്ടിനും 2 വ്യത്യസ്ത നിസാബ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതെ. ഇനി യുസ്തസ്ന മിൻ ഹാദ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഒരു മുലാഹദാണ്. ഇനി നമ്മൾ കൂട്ടിച്ചേർക്കുന്നൊരു സംഗതിയാണ് പറയുന്നത്, കൂട്ടിച്ചേർക്കുന്നൊരു സംഗതി. യുസ്തസ്ന മിൻ ഹാദ അംവാലു മൻ യുതാജിറു ബിദ്ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ കാര്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതൊക്കെ പരസ്പരം, അത് പിന്നെ പൊതുവേ അവരുടെ കൈവശമുള്ള വെള്ളി സ്വർണ്ണമൊക്കെ ഏകദേശം നിസാബ് ഒറ്റക്കന്നെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും 2% ബാധകമാവും. ഇനി അഥവാ എത്താത്തവരുണ്ടെങ്കിലും പരസ്പരം കച്ചവട വസ്തുക്കളായിട്ടുള്ള ഇപ്പോൾ ആഭരണമൊക്കെ വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർ അതിൽ പരിഗണിച്ചിട്ട് പിന്നെ കൊടുക്കണം. ഇല്ല, അതന്നെയാണ്, അതൊക്കെ ഇതിൽ തന്നെ പെടുക. അവിടെയാണ് നമ്മൾ പറയുന്നത് പരസ്പരം കൂട്ടുന്നർത്ഥം. കാരണം ഒക്കെ ഉറൂദു തിജാറയാണ്. ഫഇന്നഹു യുളമ്മു ഫീഹി الذهب ഇല الفضة ലാ ضم جنس ഇലാ ജിൻസ് ബൽ ലികൗനിഹാ ഉറൂദൻ ലിത്തിജാറ. അതൊക്കെ കച്ചവട വസ്തുക്കളായതുകൊണ്ട് കച്ചവട വസ്തുക്കൾ പരസ്പരം ഒരുമിച്ച് പരിഗണിക്കും എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, അത് പരിഗണിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം സ്വർണത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയല്ലാതെ ഒരാളിപ്പോൾ പൈസ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കൈവശമുള്ള പൈസ സ്വർണ്ണമാക്കിയിട്ട് കൊണ്ടുപോയി വെച്ച് എന്ന് വിചാരിച്ചോളി, സ്വർണ്ണം വെള്ളിയൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയി വെച്ച് പരസ്പരം കൂട്ടുമോ? പരസ്പരം കൂട്ടും. അവിടെ നമ്മൾ പൈസ ആയിട്ട് പരിഗണിക്കുള്ളൂ. കാരണം എന്താ, അയാളിത് വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ്. കാരണം അയാൾ ഈ സ്വർണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതല്ല. ഇനി സ്വർണ്ണ ആഭരണം ഉപയോഗിക്കാൻ വേണ്ടി, ആഭരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയത് തന്നെ വല്ലപ്പോഴും ഉപയോഗിക്കുള്ളൂ എന്നുണ്ടെങ്കിലും അത് ആഭരണം തന്നെയാണ്. നിസാബ് എത്തുമെങ്കിൽ കൊടുത്താൽ മതി. നേരെ മറിച്ച് ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അപ്പോൾ ക്യാഷിൻ്റെ മൂല്യം ചിലപ്പോൾ പൈസൻ്റെ മൂല്യം ഇങ്ങനെ ഇടിയുന്നത് കാണുമ്പോൾ എന്നാൽ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് സ്വർണ്ണം വാങ്ങിയിട്ട് വെക്കാമെന്നറിയല്ലോ. മനസ്സിലായില്ലേ? ആ രൂപത്തിലുള്ളതാണെങ്കിൽ അതുകൊണ്ട് അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്, പിന്നെ അയാൾക്ക് ആവശ്യം വിറ്റിട്ട്, അപ്പോൾ വിൽപ്പന എന്നുള്ള ഉദ്ദേശമാണ് അയാൾക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ പരസ്പരം കൂട്ടും. കാരണം എന്തായാലും അന്നഹ ഉറൂദൻ ലിത്തിജാർ, അതുകൊണ്ടാണ് ഇസ്തിസ്ന ആയിട്ട് അത് പ്രത്യേകം അവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇനി സക്കാത്തുൽ ഹുലി, ഇത് വലിയ ചർച്ചയുള്ളൊരു വിഷയമാണ്. ആദ്യമായി നമുക്കതിൽ പറയാനുള്ളത്, പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് മുഅ്തബറായൊരു വിഷയമായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. സക്കാത്തുൽ ഹുലി പ്രമാണബദ്ധമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ അയാളെ വിമർശിക്കുകയില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും സക്കാത്ത് ബാധകമാണ് എന്നതാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രബലമായ അഭിപ്രായമായി ബോധ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഈ മറ്റൊരു അഭിപ്രായമാണ് ഒരാൾക്ക് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ എന്ത് ചെയ്യില്ല, ആ വിഷയത്തിൽ വിമർശിക്കൂല എന്നർത്ഥം. കാരണം ഖിലാഫ് മുഅ്തബറാണ്, ഓരോരുത്തർക്കും അതിൻ്റേതായ തെളിവുകളുണ്ട്. നമ്മൾ മുഅ്തബറായ ഖിലാഫിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. اختلف أهل العلم رحمهم الله في وجوب الزكاة في الحلي المباح على 5 أقوال. سبحان الله, على 5 أقوال. ഇത് നമ്മൾ എടുത്തു നോക്കിയാൽ അഹ്ലുൽ ഇൽം, ഈ ഉലമാക്കളൊക്കെ ഖുർആൻ സുന്നത്തും അനുസരിച്ച് പറയുന്നത് കൃത്യമായി അതിനനുസരിച്ച് തന്നെ പറയണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭിന്നിച്ചത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരിക്കലും, മറിച്ച് കൃത്യമായി പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിധി പറയണം എന്നുള്ള കണിശമായ അവരുടെ ആഗ്രഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ഭിന്നിച്ചത് അർത്ഥം. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിൽ ഇത് നമ്മൾ എഴുതിയതായതുകൊണ്ട് എഴുതിയൊരു വിഷയമാണ്, ബ്ലോഗിൽ കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ പറയും, കൂടുതൽ വിശദീകരണം അതിൽ നിന്ന് വായിക്കാവുന്നതാണ്. ഒന്ന്,
اختلف أهل العلم رحمهم الله في وجوب الزكاة في وجوب الزكاة في الحلي المباح على 5 أقوال. 5 അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. القول الأول لا زكاة فيه لا زكاة فيه وهو المشهور. ഇവിടെ നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ ആദ്യം നേരത്തെ കുട്ടിയുടെയും ഭ്രാന്തുള്ള ആളുടെയും സ്വത്ത് നമ്മൾ പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റഹിമഹുല്ല അവർക്ക് സക്കാത്ത് ബാധകല്ല എന്നായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ബാധകമാണ് എന്നായിരുന്നു. കാരണം ലാ യുഷ്തറത്തു ലഹ അൽ ബുലൂഗു വലൽ അഖൽ, അതായിരുന്നു 3 ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇവരുടെയൊക്കെ അഭിപ്രായം. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം എന്തായിരുന്നു? അല്ല, അവിടെ ബുദ്ധിയും വേണം, പ്രായപൂർത്തി എത്തണം. അപ്പോൾ കുട്ടിക്കും ഭ്രാന്തനും എന്തല്ല, സക്കാത്ത് ബാധകല്ല എന്ന അർത്ഥത്തിലായിരുന്നു. ഇനി ഇവിടെ നോക്കി നേരെ തിരിച്ച് ആഭരണത്തിൻ്റെ വിഷയത്തിൽ സക്കാത്ത് ബാധകമാണ് എന്നുള്ളതാണ് പിന്നെ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം. അതാണ് നമ്മൾ തർജീഹ് ചെയ്യുന്നതും. നേരെ പിന്നെ തിരിച്ചു പറഞ്ഞാൽ മറ്റു 3 ഇമാമിങ്ങളുടെ മദ്ഹബിൽ ഏറ്റവും മഷ്ഹൂറായിട്ടുള്ള അഭിപ്രായം എന്താണ്? ആഭരണത്തിന് സക്കാത്ത് ബാധകമല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മൾ പിന്നെ സാന്ദർഭികമായിട്ട് പറയാണ്, ശരിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അന്ധമായി തഖ്ലീദ് ചെയ്യാത്ത ആളുകൾ, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളെ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്യുന്ന, അവർക്ക് അവരുടെ സ്ഥാനം നൽകുകയും ചെയ്യുന്ന ആളുകൾ, ഈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവർ പോയ മാർഗ്ഗമാണ് ശരി അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് തഖ്ലീദ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ തഖ്ലീദ് ചെയ്യുന്ന ഒരു ഇമാമ് അല്ലാത്ത വേറൊരു ഇമാമിനെ യഥാർത്ഥത്തിൽ അയാൾ ഉൾക്കൊള്ളുന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ മസലയിൽ ഒരു ജുംഹൂറിൻ്റെ അഭിപ്രായം നമ്മൾ തർജീഹ് ചെയ്തപ്പോൾ ഇവിടെയുള്ള മസലയിൽ നമ്മൾ ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായമാണ് നമ്മൾ തർജീഹ് ചെയ്യുന്നത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചല്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. ആ തെളിവുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. അപ്പോൾ അവിടെയാണ് എല്ലാ ഇമാമിങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. അതിൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറഞ്ഞിട്ടുള്ളൊരു തമാശയാണ്, ഇടയ്ക്ക് നമ്മളൊരു ഉറക്കമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഒരാൾ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ഒരു നിക്കാഹ് ചെയ്തെടുക്കാനുള്ള ഒരു പിന്നെ സാധാരണ വലിയ ഇങ്ങനെ പറയും, മറ്റൊരാൾ സ്വീകരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് അറിയില്ല, സാധാരണക്കാർക്ക്. അപ്പോൾ ആരാണോ അവിടെ ഉള്ള പണ്ഡിതന്മാർ ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ പറഞ്ഞു, മറ്റേ ആളിങ്ങനെ സവ്വജ്തുക ബിൻതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കേട്ട ആൾ പറഞ്ഞു ഖബിൽതു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തില്ല, ഖുൽ ഖബിൽതു നിക്കാഹഹ അലാ വിഫ്ഖി മദ്ഹബി അബി ഹനീഫ, അബൂ ഹനീഫൻ്റെ മദ്ഹബ് പ്രകാരം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇയാൾ പിന്നെയും പറഞ്ഞു ഖബിൽതു നിക്കാഹ. ഇയാൾ അതന്നെ ആവർത്തിക്കുക, എത്ര പറഞ്ഞിട്ടും അബൂ ഹനീഫൻ്റെ മദ്ഹബ് പ്രകാരം എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഷെയ്ഖ് ചോദിച്ചു, അതെന്തായാലും ഈ പറയണം, എന്നാലും എൻ്റെ നിക്കാഹ് ശരിയാവുള്ളൂ. അപ്പോൾ പറഞ്ഞ് വാലിദു അബി ഹനീഫ കൈഫ സ്വഹ നിക്കാഹുഹു, അബൂ ഹനീഫൻ്റെ ബാപ്പയുടെ നിക്കാഹ് എങ്ങനെയാണ് സ്വഹീഹായത്? മനസ്സിലായോ? അപ്പോൾ അതിലൊരു തമാശയിൽ പെട്ടതാണെങ്കിൽ പോലും ഇവരുടെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ആളുകളുടെ വിഡ്ഢിത്തം ബോധ്യപ്പെടുത്തി തരുന്നൊരു സംഗതിയാണ്. കാരണം പിന്നെ മറ്റുള്ള ഇമാമിങ്ങളെ രൂക്ഷമായി വിമർശിക്കുക, പിന്നെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ആളുകളുടെ മുന്നിൽ വെച്ചല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കുറ്റം പറയുക, അതൊക്കെ നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അവർ അന്ധമായി അനുകരിക്കുന്നത് അല്ലാത്ത മറ്റ് ഇമാമിങ്ങളെ വളരെ പിന്നെ മോശമായിട്ട് പറയാം. അവിടെയാണ് പൊതുവെ ഇമാമിങ്ങളുടെ കൗലുകളും ഇതൊക്കെ സ്വീകരിക്കുന്ന രംഗത്ത് 2 രൂപത്തിൽ പിഴച്ച ആളുകളുണ്ട്. ഒന്ന്, ഇമാമിങ്ങളെ ആദരിക്കുക എന്ന അർത്ഥത്തിൽ തെളിവുകൾ കണ്ടാലും ആ തെളിവുകൾക്കപ്പുറം ആ കൗലിൽ തന്നെ പിടിച്ചു തൂങ്ങുന്ന ആളുകൾ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ തെളിവുകൾ എടുക്കുക എന്ന അർത്ഥത്തിൽ ഇമാമിങ്ങളെ വളരെ മോശമായ രൂപത്തിൽ ആദരിക്കാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ 2 കൂട്ടർ പഴച്ചു പോയവരാണ്. നേരെ മറിച്ച് അഹ്ലുസുന്നയുടെ പിന്നെ മാർഗം എന്നുള്ളത് പിന്നെ യഅ്തരിഫൂന ലി ഉലമാഇഹിം മനാസിലഹും, യഅ്തരിഫൂന ലി ഉലമാഇഹിം മനാസിലഹും, അവരുടെ ഉലമാക്കൾക്കുള്ള സ്ഥാനങ്ങൾ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ തന്നെ യസ്തദില്ലൂൻ ബിൽ കിതാബി
വസ്സുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രമാണബദ്ധമായ കാര്യങ്ങൾ അത് നോക്കി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ പൊതുവിൽ ഈ ഇമാമിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ്. അപ്പോൾ അവർക്ക് ഈ ഖിലാഫ് വരാനുണ്ടായ കാരണം പിന്നെ പ്രാമാണികമായിട്ടായിരിക്കണം തങ്ങളുടെ അഭിപ്രായവും ആശയവും എന്ന അതിയായ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ ഖിലാഫ് ഉണ്ടാകാനുള്ള കാരണം തന്നെ. ഇനി അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം സക്കാത്ത് ബാധകല്ല. ഇതാണ് ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാഹു തആല അവരുടെ മദ്ഹബിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മഷ്ഹൂറായ അഭിപ്രായം അൽ ഖൗലു സാനി ഫീഹി സക്കാ സന വാഹിദ. രണ്ടാമത്തെ അഭിപ്രായം ഒരൊറ്റ കൊല്ലം പിന്നെ കൊടുക്കണ്ട. ഇത് ആഭരണത്തിലാട്ടോ പറയുന്നത്, മൊത്തത്തിൽ സ്വർണ്ണത്തിന് വെള്ളിൻ്റെ കാര്യത്തിലല്ല. അപ്പോൾ ഉപയോഗിക്കുന്ന ആഭരണം എന്ന് പറയില്ലേ, ആ ഉപയോഗിക്കുന്ന ആഭരണത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. പക്ഷേ ഹറാമായ ഉപയോഗിക്കുന്ന ആഭരണത്തിൽ സക്കാത്ത് ബാധകമാണ് എന്നതിൽ തർക്കമില്ല. അവിടെ ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങാടിയിൽ പോകുമ്പോൾ അന്യപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി ധരിക്കുന്ന ആഭരണത്തിൽ സക്കാത്ത് ബാധകമാകും എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. കാരണം ഹറാമായ ഉപയോഗമാണ്. അങ്ങനെ ഹറാമായ ഉപയോഗിക്കുന്ന സ്വർണ്ണമാണെങ്കിൽ അതിൽ സക്കാത്ത് ബാധകമാണ് എന്ന വിഷയത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ആദ്യം നമ്മൾ തർക്കമില്ലാത്ത കാര്യം എടുത്താൽ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ചർച്ച ചെയ്താൽ മതി. അപ്പോൾ ഹലാലായ ഉപയോഗം അഥവാ ഭർത്താവിന് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ധരിക്കുന്ന ആഭരണം, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ അവർ എല്ലായ്പ്പോഴും ധരിച്ചോളണമെന്നില്ല, അതൊരു ഷർത്തായിട്ടും ആരും പറയുന്നില്ല. പക്ഷെ അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ധരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നതായാൽ പോലും അവരുടെ കൈവശമുള്ള ആഭരണങ്ങൾ, ആ വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ചർച്ച ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെയാണ് ഉപയോഗിക്കാനുള്ളതിന് ഖദർ പറഞ്ഞിട്ടില്ല. ഇനി അൽ ഖൗലു സാനി ഫീഹി സക്കാ സന വാഹിദ, ഒരു കൊല്ലം ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായം. വഹുവ മർവിയുൻ അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രയോഗം തന്നെ അതിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് എന്തുണ്ട് ചർച്ചയുണ്ട്. അതേപോലെ തന്നെ അൽ ഖൗലു സാലിസ് സക്കാത്തുഹു ആരിയതുഹു, അതായത് അതിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അങ്ങാടിക്ക് ഇടാൻ കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ഹലാലായ ഉപയോഗത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് കടം കൊടുക്കുക, ഉപയോഗിക്കാൻ ഹലാലായ ഉപയോഗം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹവേളകളിൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന മേഖലകളിൽ സ്ത്രീകളും പുരുഷന്മാരും കലരാൻ പാടില്ല, വേറൊരു വിഷയമാണ്. അപ്പോൾ ആ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന ഭാഗങ്ങളിൽ അവർക്ക് അലങ്കാരങ്ങൾ ധരിക്കാം. സന്തോഷത്തിൻ്റെ ദിവസമാണ്, പെരുന്നാളുകളിൽ, അങ്ങനെയൊക്കെ അവർക്ക് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ധരിക്കാം. സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന രംഗങ്ങളിൽ, സന്തോഷത്തിൻ്റെ വേളകളിൽ അവർക്ക് ധരിക്കാം. വീട്ടിൽ ഭർത്താവിൻ്റെ മുന്നിൽ അണിയാൻ വേണ്ടിയിട്ട് ധരിക്കാം. അപ്പോൾ ആ രൂപത്തിൽ ഉള്ളതാണ് എന്ത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള നമ്മൾ ഹലാലായ ഉപയോഗം. അങ്ങനെയുള്ള ഹലാലായ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ പിന്നെ സാധാരണ മഫ്ത എങ്ങനെ ഇടും, മഫ്ത ഇടുമ്പം ചിലപ്പോൾ അയലക്കത്ത് നിന്ന് ഈ മാല കടം വാങ്ങിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ മാല പിന്നെ എല്ലാവരും ഒന്ന് കാണിക്കണമല്ലോ, അവനാൻ്റെ മാലിയല്ല, പിന്നെ അതെല്ലാവരും ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് വല്ല മാല ഉണ്ട് എന്താ പറയുക, ആയിലുൻ മുസ്തക്ബീർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ മാല കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഒരു ബാക്കിക്ക് ഒരു കെട്ട, എന്ത് മഫ്ത, അല്ലെങ്കിൽ ഇവിടെ ഒരു കെട്ട. അപ്പോൾ മഫ്ത കെട്ടിയാലേ മാറിയുടെ ഇങ്ങനെ ശരിയായിട്ട് ആ മാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ, നമ്മൾ ഒരിക്കലും ആ രൂപത്തിൽ വിമർശിക്കല്ല. സഹോദരിമാരോട് വളരെ നസീഹത്തോടു കൂടി പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പിന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. കേവലമായ ഭൗതിക ജീവിതം ഏത് സമയവും അവസാനിക്കാൻ ഇടവരുന്ന ജീവിതമാണ്. വകം മിൻ സഖീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിൻ അദ്ദഹരി. അല്ലേ? ചിലപ്പോൾ നല്ല രോഗമുള്ള ആൾക്കാർ, നമ്മൾ വിചാരിക്കും ഇന്നോ നാളെ മരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ കുറേ കാലം ജീവിക്കും. ഒരു പ്രശ്നമില്ലാത്ത ആൾ ചിലപ്പോൾ അയാൾ പിന്നെ പെട്ടെന്ന് തന്നെ മരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ അനുവദനീയമായ ഉപയോഗത്തിന് കടം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സക്കാത്ത്. ഇത് അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്നും അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതാണ്. അൽ ഖൗലു റാബി അന്നഹു യജിബു ഫീഹി, അഥവാ മുൻഗാമികളിൽ തന്നെ ഈ വിഷയത്തിൽ എന്തുണ്ട്? ഖിലാഫ് ഉണ്ട് എന്നർത്ഥം. സലഫുകളിൽ ഈ വിഷയത്തിൽ എന്തുണ്ട്? ഖിലാഫ് ഉണ്ട് എന്നർത്ഥം. അൽ ഖൗലു റാബി അന്നഹു യജിബു ഫീഹി ഇമ്മ സക്കാ വ ഇമ്മ അൽ ആരിയ,
ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുവദനീയമായ ഉപയോഗങ്ങൾക്ക് കടം കൊടുക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കുക. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായവും അതിലുണ്ട്. അതാണ് നാലാമത്തെ അഭിപ്രായം. വറജ്ജഹഹു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഫി തുറുഖിൽ ഹികമിയ്യ, അഥവാ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തുറുഖുൽ ഹികമിയ്യ എന്നുള്ള പുസ്തകത്തിൽ തർജീഹ് ചെയ്തത് ഏതാണ്? ഈ അഭിപ്രായമാണ്. എങ്ങനെ? ഒന്നുമില്ലെങ്കിൽ കടം കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ധരിക്കാൻ കൊടുക്കുക. പണയം വെക്കാൻ കടം കൊടുക്കുന്ന രീതിയിൽ പെടൂല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടിയിട്ട് അഥവാ പലിശക്ക് കടം എടുക്കുമ്പോൾ ഗ്യാരണ്ടി ആയിട്ട് വെക്കാൻ വെക്കുക. അതാണ് പണയം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമികമായ പണം എന്ന് പറഞ്ഞാൽ കടം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കടം നൽകുന്ന ആൾക്ക് പിന്നെ തൗസീഖായിട്ട് വാങ്ങുന്ന, ഗ്യാരണ്ടി ആയിട്ട് വാങ്ങുന്ന പൈസ. അവിടെ ഹലാലായ പണം, സിയാദത്ത് വാങ്ങുന്ന, പലിശ വാങ്ങുന്ന കടല്ല. എന്നാൽ ബാങ്കിൽ നിന്ന് പലിശക്ക് കട എടുക്കുന്നതിന് ഗ്യാരണ്ടിയായി വെക്കാൻ സ്വർണം കൊടുക്കുക എന്നുള്ളത് ഹറാമാണ്. ആ കൊടുക്കുന്ന ആൾക്ക് പലിശക്ക് കട എടുക്കുന്നവൻ്റെ അതേ ശിക്ഷയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ല, അവിടെ ഇത് പലിശയായി മാറൂല. ഞാൻ ഇപ്പോൾ ഷുറൈഖിൻ്റെ അടുത്തുനിന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള കുറച്ച് ഞാൻ സ്വർണം അദ്ദേഹത്തിൻ്റെ കൈവശം റഹനായിട്ട് വെച്ചു, പണയമായിട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് കടം വാങ്ങി, മനസ്സിലായോ? പക്ഷേ ആ കടം ഞാൻ 1 ലക്ഷം വാങ്ങിയത് ഞാൻ അദ്ദേഹത്തിന് 1 ലക്ഷം തന്നെ തിരിച്ചു കൊടുക്കുള്ളൂ, ഒരു സിയാദത്തുമില്ല. ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ ആ പണയവസ്തു എനിക്ക് തിരിച്ചു ചെയ്യാൻ അതിൽ തെറ്റില്ല. അതാണ് ഇസ്ലാമികമായ പണം. തൗസീഖത്തു ദൈനിൻ, അപ്പോൾ റഹനിൻ്റെ തന്നെ എന്താ പറയണത്? പിന്നെ തൗസീഖത്തു ദൈനിൻ ബി ഐനിൻ, അഥവാ ഒരു ഐൻ ഉപയോഗിച്ചുകൊണ്ട് ആ ദൈന് തൗസീഖ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ താരീഫിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മളെ നാട്ടിൽ പൊതുവേ ഉണ്ടല്ലോ ഇപ്പോൾ സ്വർണ്ണപ്പണയം, പത്രത്തിലൊക്കെ പരസ്യം എല്ലായിടത്തും സ്വർണ്ണപ്പണയം എന്നാണ്, കുറഞ്ഞ നിരക്കിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പലിശൻ്റെ പണം, ആ പലിശക്ക് കടം തരും, അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് പോലെ അവിടെ സ്വർണ്ണം വെക്കും. 95% ആൾക്കാരും ആ സ്വർണ്ണം പിന്നെ തിരിച്ചെടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ സ്വർണ്ണം വിറ്റിട്ട് നിങ്ങൾ ആവശ്യം നിറവേറ്റിക്കോ. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ പിന്നെ സ്വർണ്ണം വാങ്ങിക്കോളി. ഇതിനെ വെറുതെ ഹറാമ് ചെയ്യാൻ നിൽക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് പലിശയുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് അതൊന്നും ഇതിൽ പെടൂല എന്നർത്ഥം. കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ ആവും തെറ്റിദ്ധരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം സൂചിപ്പിച്ചത്. ഒന്ന് സക്കാത്ത്, ഒന്നുകിൽ സക്കാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊടുക്കുക എന്നത് ആണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? തർജീഹ് ചെയ്തിട്ടുള്ളത്. القول الخامس وجوب الزكاة فيه إذا بلغ نصابا كل عام. അവ അതിൽ സക്കാത്ത് ഓരോ വർഷം ഹൗല് തികയുമ്പോഴും അതിൽ എന്ത് ബാധകമാവും? നിസാബ് ഉണ്ടെങ്കിൽ സക്കാത്ത് ബാധകമാകും. വഹുവ മദ്ഹബു അബി ഹനീഫത റഹിമഹുല്ലാ വറിവായ അനിൽ ഇമാമി അഹ്മദ് വഅഹദുൽ ഖൗലൈനി ഫിൽ മദ്ഹബി ഷാഫിഈ. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അതിലൊരു അഭിപ്രായമാണ് ഇമാം അഹ്മദിൻ്റെ മദ്ഹബിൽ 2 അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായമാണ്. ഇത്രയും വലിയ ഖിലാഫ് തന്നെ, അഥവാ അവർ കൊടുക്കണം എന്നും അല്ലെങ്കിൽ ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അഥവാ അപ്പം തന്നെ മനസ്സിലാക്കുന്നത് ഖിലാഫ് ഖവിയാണ് എന്നർത്ഥം. ഖിലാഫ് ഖവിയാണ് എന്നർത്ഥം. പിന്നെ പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട്, ഇമാം അഹ്മദിൻ്റെ മദ്ഹബിൽ ഇങ്ങനെ 2 റിവായത്ത്, ഇങ്ങനെ അധിക വിഷയങ്ങൾ 2 റിവായത്ത് കാണാമല്ലോ. അതിൻ്റെ റീസൺ എന്താ എന്നുള്ളത് അത് നമുക്കറിയാം. പിന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടില്ല, ഒരു ഫിഖ് ഗ്രന്ഥം എന്നുള്ള നിലക്ക്. മറിച്ച് മസായിലുൽ ഇമാം അഹ്മദ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മസായിലുകൾ നമുക്കറിയാം. മസായിലുൽ ഇമാം ഖല്ലാൽ അല്ലേ, ഇമാം അഹ്മദിൻ്റെ മസായിലുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം. ആ രൂപത്തിലുള്ള മസായിലുകളുടെ ഗ്രന്ഥങ്ങളാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ ഓരോ ഘട്ടങ്ങളിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ് ചിലപ്പോൾ മറ്റൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലും കൂടുതൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ പിന്നീട് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ ഇന്ന അഭിപ്രായം അല്ലെങ്കിൽ സാഹചര്യം അതൊക്കെ അതിൽ വരും. അപ്പോൾ ആ രൂപത്തിൽ മസലകളിൽ 2 അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അത് രേഖപ്പെടുത്തുമ്പോഴാണ് ആ രൂപത്തിലുള്ള വ്യത്യസ്ത റിവായത്തുകൾ കൂടുതലും വരുന്നത് എന്നർത്ഥം. അതല്ലെങ്കിൽ ചില സമയത്ത് 2 അഭിപ്രായങ്ങൾക്കും ഒരുപോലെ തെളിവ് പിടിക്കാൻ പറ്റിയ സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ 2 അഭിപ്രായങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. ആരിയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം. വർഷാവർഷം ഇങ്ങനെ കൊടുക്കണം. അത് വർഷാവർഷം കൊടുക്കുക. അത് പിന്നെ
വർഷാവർഷം കൊടുക്കുക എന്നുള്ള രൂപത്തിലായിരിക്കണം അല്ലാഹു ആലം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ കടം കൊടുക്കുക എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ സക്കാത്ത് കൊടുക്കുക അല്ലെങ്കിൽ കടം കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ ഇതിലും ആയിരിക്കണം അല്ലാഹു ആലം. കാരണം നമ്മൾ വേറൊന്ന് നമ്മൾ പറഞ്ഞു ഒറ്റ പ്രാവശ്യം സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഒരു കൗലായിട്ട് നമ്മൾ വേറെ പറഞ്ഞു. ആ കൗല് ഈ കൗലല്ല, അത് വേറെയാണ്. അതായത് അതിൽ സക്കാത്ത് കൊടുക്കാന്നില്ല, അതിൻ്റെ കടം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സക്കാത്ത്. സക്കാത്തുഹു ആരിയത്തുഹു. അതിൽ രണ്ടെണ്ണം പറയില്ല, ഇമ്മ സക്കാത്ത് ഇമ്മ ആരിയ എന്ന് പറയില്ല, ഒന്നേ പറയണുള്ളൂ. അൽ ഖൗലുൽ ഖാമിസ്, അതാണ് ഇമാം അബു ഹനീഫയുടെ അഭിപ്രായം. അഥവാ ഓരോ നിസാബ് എത്തുന്ന അതാണ് നമ്മൾ തർജീഹ് ചെയ്യുന്നത്. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ഇഖ്തിയാർ ചെയ്ത ഖൗല്, അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്, പ്രബലമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലിജ്നത്തു ദായിമയുടെ അഭിപ്രായത്തിൽ അവരുടെ ഫത്വകളിൽ ചില ഫത്വകളിൽ എനിക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതല്ലാത്ത ഫത്വകൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അഥവാ കൊടുക്കണ്ട എന്നുള്ളത് തർജീഹ് ചെയ്ത ഫത്വകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ഇവരൊക്കെ പ്രബലമായ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിസാബ് എത്തുന്ന അഥവാ 10.5 പവൻ, 10.5 പവനും 1 ഗ്രാമും, 10.5 പവൻ അർത്ഥം 85 ഗ്രാം, ഇത് കൈവശമുള്ള അഥവാ നിസാബ് എത്തിയ ഒരാൾക്ക് കൈവശം ഉണ്ടെങ്കിൽ ആ നിസാബിന്ന് കുറവ് വരുന്നില്ലെങ്കിൽ ഓരോ ഹൗലെത്തുമ്പോഴും അതിൻ്റെ സക്കാത്ത് എന്ത് ചെയ്യണം? കൊടുക്കണം എന്നർത്ഥം. ഇനി നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇമാം ഷാഫിയുടെ ഖൗല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സക്കാത്ത് ബാധകമല്ല, പക്ഷേ ഇസ്രാഫ് ആണെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, 10.5 പവൻ ഇട്ടിട്ടും ഇസ്രാഫ് ആവുന്നില്ലെങ്കിൽ പിന്നെ എത്ര ഇട്ടാലാണ്? അപ്പോൾ ഇസ്രാഫിൻ്റെ ഹദ് എത്ര? പക്ഷെ അതിന് നമ്മളങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മറുപടി ഇങ്ങോട്ട് വരും. കാരണം ഇസ്രാഫിൻ്റെ ഹദ് എങ്ങോട്ട് മടങ്ങണം? ഉർഫിക്ക് മടങ്ങണം. നമ്മൾ ആ റദ്ദ് പറഞ്ഞുകൊണ്ട് മാത്രം അതിൽ നിന്ന് കഴിച്ചില്ല. പക്ഷേ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പക്ഷേ ആ ഒരു ഇസ്രാഫ് ആണെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് പറയുന്നതിന് പ്രത്യേകമായി തെളിവ് കാണാൻ സാധിക്കുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിലുള്ളത്. ഉർഫിലേക്ക് മടങ്ങാണ്, അത് പ്രത്യേകമായിട്ട് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അവിടെ നിസാബത്തുണ്ടെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം അർത്ഥം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നിർബന്ധമായി ഒരാളെ കൈവശം സ്വർണ്ണം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു വിലക്കിയ സംഗതിയല്ല. സ്വർണ്ണം ഉണ്ടാവുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹലാലാണ്. ഒരു സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ അവരുടെ കൈവശം സമ്പത്ത് ഉണ്ടാവുക, സ്വർണ്ണമാകട്ടെ വെള്ളിയാവട്ടെ കറൻസി ആവട്ടെ പൈസ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു വിലക്കിയ കാര്യമല്ല. പക്ഷേ ആ സമ്പത്തിൻ്റെ അള്ളാഹു അതിൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം എന്നർത്ഥം. നമ്മൾ പെട്ടെന്ന് അപ്പോൾ അതിൽ പിന്നെ ഇവർക്ക് ധരിക്കുന്നു കൊടുക്കണം. അപ്പോൾ എത്രയും ധരിക്കാം എന്നതിന് ഹദ്ദില്ലാന്ന് പറഞ്ഞു. അതെ, ധരിക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾ പഠിച്ചോനായിട്ടാണ് അത് ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊന്നും സക്കാത്തില്ല എന്നുള്ള ആമായ കാര്യമാണ് അവരെന്ത് ചെയ്തത് ഇവിടെ എടുത്തത്. മനസ്സിലായത്? എന്നാൽ അഞ്ചാമത്താണ് ഒന്ന്, വല്ലദീന യക്നീസൂന അസ്സഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അവിടെ ദഹബും ഫിദ്ദത്തും പറഞ്ഞു, അതിന് ആഭരണം ഒഴിവാണ് എന്നതിന് ഖണ്ഡിതമായ തെളിവില്ല എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്തത് പിന്നെ അതാണ് ഫനറ അന്നൽ ആയത ആമ്മത്തുൻ ഫി ജമീഇ അസ്സഹബി വൽഫിദ്ദ വലം തുഖസ്സിസ് ഷൈഅൻ ദൂന ഷൈ. അഥവാ ആഭരണം അതിന് ഒഴിവാണ് എന്ന അർത്ഥത്തിൽ ആര് പറയുന്നില്ല? ആയത്തിൽ നമുക്ക് പരാമർശിച്ച് കാണുന്നില്ല, അല്ലെങ്കിൽ ഹദീസിലോ ആ ആയത്തിൽ പരാമർശിക്കപ്പെട്ട സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും ആഭരണം ഒഴിവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടു. അതേപോലെ തന്നെ ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുല്ലു മാ അദ്ദൈത സകാതഹു വഇൻ കാന തഹ്ത 7 അർളീൻ ഫലൈസ ബികൻസ്. നീ സക്കാത്ത് നൽകിയാൽ പിന്നെ ഭൂമിൻ്റെ താഴെ കൊണ്ടുപോയി വെച്ചാലും അതെന്തല്ല? കെൻസല്ല. അപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനു മറുപടി ഫലൈസ ബികൻസ്. വകുല്ലു മാ ലാ തുഅദ്ദി സകാതഹു ഫഹുവ കെൻസൽ. അഥവാ നിധിയാണ്. സക്കാത്ത് കൊടുക്കാത്ത സ്വർണ്ണമാകുമ്പോൾ അതിന് എവിടെ അഥവാ ഭൂമിൻ്റെ അടിയിലാവുക എന്നുള്ളതല്ല നിധി എന്നുള്ളത് സക്കാത്തിൻ്റെ വിഷയത്തിൽ എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് കിട്ടും. അഥവാ ഭൂമിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലും അത് പിന്നെ അതിന് സക്കാത്ത് എന്താകും? സക്കാത്ത് നൽകിയാൽ അത് കെൻസാവുകയില്ല, സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അത് കെൻസായി പരിഗണിക്കപ്പെടും. ഇനി സുന്നത്തിൽ നിന്നും അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
أنه قال ما من صاحب ذهب ولا فضة لا يؤدي منها حقها إلا إذا كان يوم القيامة صفحت له صفائح من نار فأحمي عليها في نار جهنم فيكوى بها جبينه وجنبه فيكوى بها جبينه وجنبه وظهره. അത് പിന്നെ നായിബ് ഫായിലാണ്, അതുകൊണ്ട് മർഫുആൻ. ഫയുക്വ ബിഹ ജബീനുഹു വജൻബുഹു വദഹ്റു. റവാഹുൽ ഇമാം മുസ്ലിം. അവിടെയും പൊതുവായിട്ട് എന്തിൽ ബാധകമാണെന്ന് വന്നു? സ്വർണത്തിലും വെള്ളിയിലും ബാധകമാണെന്ന് വന്നു. പിന്നെ അതിൽ നിന്ന് എന്തൊഴിവല്ല, അതിൽ നിന്ന് ഈ ആഭരണം ഒഴിവാണെന്നുള്ളതിന്. അപ്പോൾ അവിടെയും ആമായിട്ട് വന്നു. അൻ അംറുബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി. അംറുബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി എന്നുള്ള സനദ്, ആ സനദ് ഹസനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ലൈഫാണ്. മുഹദ്ദിസീങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും ആ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സനദ് ലൈഫാണെന്നുള്ള വിഷയത്തിൽ എന്തുണ്ട്, ചർച്ചയുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം അത് ഹസനാണ് എന്നുള്ളതാണ്. അന്ന ഇമ്രാഅത്തൻ അത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅ ഇബ്നത്തുൽ ലഹ. അത് സ്വീകാര്യോഗ്യം, നമ്മൾക്ക് അത് സ്വീകാര്യോഗ്യമാണ്. ഒരു പെൺകുട്ടിയെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നു. വഫിയദി ഇബ്നതിഹ مسكتان غليظتان من ذهب فقال صلى الله عليه وسلم تؤدين زكاة هذا؟ قالت لا. قال يسرك أن يسورك الله بهما سوارين من نار؟ قال فخلعتهما فألقتهما إلى النبي صلى الله عليه وسلم. നിങ്ങളൊന്ന് ആലോചിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു يسرك أن يسورك الله بهما سوارين من نار. അതിന് പകരമായി നരകത്തിൽ നിന്നുള്ള 2 വളകൾ നിന്നെ അള്ളാഹു ധരിപ്പിക്കുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ആ സ്ത്രീ ഭയം കൊണ്ട് അത് ഊരിയിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് ദാനം ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. റവാഹുൽ ഇമാം തിർമിദി വന്നസായി വ അബൂ ദാവൂദ്. അതേപോലെ തന്നെ മറ്റു ഹദീസുകളുണ്ട്. അതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു, നേരത്തെ ഞാൻ സൈനബ് എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു, ഉമ്മു സലമയാണ് യഥാർത്ഥത്തിൽ. അബൂദാവൂദ് ഉദ്ധരിച്ചത് സ്വഹിയായ ഹദീസാണ്. അൻ ഉമ്മു സലമ റളിയല്ലാഹു അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ഖാലത് كنت ألبس أوضاحا من ذهب فقلت يا رسول الله كنز هو؟ فقال ما بلغ أن تؤدي زكاته ഫസുക്കിയ ഫലൈസ ബിക്കൻസ്. അഥവാ സക്കാത്ത് നൽകാനുള്ള പരിധി എത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ അത് സക്കാത്ത് നൽകാതെ കാത്തു സൂക്ഷിക്കുന്ന എന്തായി പരിഗണിക്കുകയില്ല, നിധിയായി പരിഗണിക്കുകയില്ല എന്നർത്ഥം. ആയത്തിൽ പറഞ്ഞ അതായി പരിഗണിക്കുകയില്ല എന്നർത്ഥം. മറ്റു ഹദീസുകൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അഥവാ ഇപ്രകാരം ആമായി വന്ന തെളിവുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ ഒഴിവാണ് എന്ന് പറയാൻ എന്തില്ല, തെളിവില്ല എന്ന് ചുരുക്കം. അതേപോലെ തന്നെ ഇനി ചില അസറുകളാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു കതബ ഇലാ അബി മൂസ الأشعري رضي الله عنه أنمر من قبلك من نساء المسلمين أن يصدقن من حليهن. അവിടെ കുറച്ചൊരു ക്ലിയർ കുറവുണ്ട്, അവിടെ നിങ്ങൾ ഹർക്കത്തിട്ടാണ്. أن يصدقن من حليهن. അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന് എഴുതിയ കത്തിൽ എന്ത് പറഞ്ഞു? അവിടെ സ്ത്രീകളോട് അവരുടെ ആഭരണത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നീ നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അന്ന ഇംറഅതൻ സഅലത്ഹു അൻ ഹുലിയ്യിൻ ലഹാ ഫഖാല ഇദാ ബലഗ 200 ദിർഹം ഫഫീഹി അസ്സക്ക. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവനോട് ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു അവരുടെ ആഭരണത്തെക്കുറിച്ച്. അത് 200 ദിർഹം തികയാണെങ്കിൽ, ഇതിൻ്റെ അർത്ഥം സ്വർണ്ണമാണെങ്കിൽ 200 ദിർഹം തികഞ്ഞാൽ കൊടുക്കണം എന്നല്ല, ഒരുപക്ഷെ വെള്ളി ആഭരണത്തെക്കുറിച്ചായിരിക്കാം ഇവിടെ ചോദിച്ചത് എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. 200 ദിർഹം തികയുകയാണെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു അസറാണ്.